അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് എന്ന സ്ഥാപനം പിരിച്ചുവിട്ട ജീവനക്കാരുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കില്ല. 10-ാം തീയതി മന്ത്രിയുമായി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് കമ്പനിയുടെ നിലപാട്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിൽ ജീവനക്കാർ ഇന്നും എത്തിയെങ്കിലും ജോലിക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. റാംഷാ സിപിയും അഭിജിത്ത് മുഴക്കുന്നുമാണ് കോഴിക്കോട്ടെയും കൊച്ചിയിലെയും വിവരങ്ങളുമായുള്ളത്. ആദ്യം റാംഷയിലേക്ക്. റാംഷ, ഇപ്പോൾ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ എത്ര പേര് ഇതിനകം പിരിച്ചുവിട്ടു? ഇപ്പോൾ ലേബർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഈ തൊഴിലാളികളും പ്രതിനിധികളും മാത്രമായി തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിലെ ചർച്ചയിൽ അവർ മാത്രമാകുമ്പോൾ എങ്ങനെയാണത് ശരിയാവുക? എന്താണ് കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കാത്ത? റാംഷ, ഇന്ന് 11 മണിക്കാണ് കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ, കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുന്നത്. പക്ഷേ ചർച്ചയിൽ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള പ്രതിനിധികൾ ആരും തന്നെ എത്തുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. 10-ാം തീയതി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാം എന്നതാണ് ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാരവാഹികൾ, കമ്പനിയുടെ അധികാരികൾ അറിയിച്ചിരിക്കുന്നത് എന്നതാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരം. ഇപ്പോഴേതായാലും ചർച്ചയ്ക്ക് വേണ്ടി ഈ കൊച്ചി ഓഫീസിലെ ജീവനക്കാരുടെ പ്രതിനിധികൾ ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന തൊഴിലാളികൾ, ജീവനക്കാർ ഇവിടെ ഈ ഓഫീസിന് മുന്നിൽ തന്നെ തുടരുകയാണ്. ഇവർ പറയുന്നത് ചർച്ചയിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ പിരിയാൻ തയ്യാറാകൂ. ഇനി തങ്ങൾക്ക് എതിരായാണ് തീരുമാനം വരുന്നതെങ്കിലും ഓഫീസിൽ കയറാതെ മടങ്ങാൻ കഴിയില്ല. തങ്ങളുടെ സാധനങ്ങൾ ഉൾപ്പെടെ ഓഫീസിലാണുള്ളത്, ഓഫീസിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും ജീവനക്കാർ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് ഓഫീസിലേക്ക് കടക്കാൻ കഴിയുന്നില്ല? ഇനി ചർച്ചയുടെ തീരുമാനങ്ങൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ഭാവി തീരുമാനങ്ങൾ? അതെ, ചർച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ കയറണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു 2.5 ഇയേഴ്സ് ആവാറായി ഇവിടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെടുത്ത എഫേർട്ടും ഡെഡിക്കേഷനും ഒക്കെ എന്തായാലും അവരൊരു ഇത് കാണിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും വരുന്നുണ്ടാവില്ലായിരുന്നു. പുറത്തെ നമ്മൾ എന്തായാലും ഓഫീസിൽ കയറിയിട്ടേ ഇന്ന് പോകുള്ളൂ. ഇപ്പോൾ നിലവിൽ ഓഫീസിലേക്ക് കടക്കാൻ കഴിയുന്നില്ല, പോലീസ് ഉൾപ്പെടെ വന്നു. പോലീസ് ഉൾപ്പെടെ എന്താണ് പറഞ്ഞത് നിങ്ങൾ? പോലീസ് പറഞ്ഞ അധികാരികൾ എന്തായാലും സമ്മതിക്കുന്നില്ല, സെക്യൂരിറ്റി മാനേജറോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ആ അധികാരികളൊന്നും ഒരു സർക്കാരുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടൊന്നും ഇല്ല. ഇതിപ്പം അവർ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഇതാവാനേ വരികയുള്ളൂ. കാരണം 11 മണിക്കത്തെ മീറ്റിംഗിന് ശേഷം എന്തും നമുക്കും. മീറ്റിംഗിൽ നിങ്ങൾ പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഞങ്ങൾക്ക് ജോബിനൊരു സെക്യൂരിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ഇതാക്കുന്നത്. കാരണം ഇത്രയും ഫാമിലീസിനെ ഇതാക്കിയിട്ടാണ് ഇവിടെ കുറേ പേര് വരുന്നത്. ഇവരുടെ ഒരു സാലറിക്ക് ഡിപ്പെൻഡ് ചെയ്ത കുറേ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഇതാക്കാൻ പാടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് ഇവിടെ ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കുള്ളൊരു ഇത് നമുക്ക് വേണം. എന്തായാലും പിരിച്ചുവിടൽ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണോ? നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണോ? തിരിച്ചെടുക്കണം എന്നുള്ളതല്ല പറയേണ്ടത്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് ഓൾറെഡി ഇല്ല. ഇനി ഭാവി എന്താണെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇനി പുറത്തൊരു ജോലി നമ്മൾ നോക്കുമ്പോൾ പോലും നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്ന് അറിയുമ്പോൾ അവർ ഓക്കെ, പിന്നെ ഒന്നും റിപ്ലൈ പോലും തരുന്നില്ല. ഇപ്പോൾ എത്രയോ CV ഓരോ കമ്പനിയിലേക്ക് അയച്ചു കഴിഞ്ഞു. നമ്മൾക്ക് റിപ്ലൈ തരാൻ പോലും അവർക്ക് വയ്യ. കാരണം നമ്മളുടെ ഭാവി തീർന്ന പോലെ ഇവിടെ ഇരിക്കണേ. നിലവിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടാക്കിയ ധാരണകൾ തെറ്റിച്ചുകൊണ്ടാണ് കോമ്പൻസേഷൻ എമൗണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നത്. അപ്പോൾ ഈ കമ്പനി നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ്. അത്തരത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായി നടന്നിട്ടുണ്ടോ? മെയിൽ കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, നടന്നിട്ടില്ല. ശരി, അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കോഴിക്കോട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ കോഴിക്കോട്ട് എത്രത്തോളം തൊഴിലാളികൾ അവിടേക്ക് എത്തിയിരിക്കുന്നു? ഇന്ന് അവിടെയും ലേബർ ഉദ്യോഗസ്ഥരുമായി ഇവരുടെ ചർച്ചയുണ്ടോ? ഈ കൂട്ടപ്പിരിച്ചുവിടലിൽ എന്താണ്, ഇവർ ഒരുമിച്ചൊരു നിലപാടിലേക്ക് പോകുമോ? എന്താണ് അവർ പറയുന്നത്? സ്മൃതി, കോഴിക്കോട് നിലവിൽ ചർച്ചയൊന്നുമില്ല. കൊച്ചിയിൽ നടക്കുന്ന ചർച്ചയിലാണ് ഈ ജീവനക്കാരുടെ പ്രതീക്ഷ. കൊച്ചിയിലേതിന് സമാനമാണ് ഇവിടെയുള്ള സാഹചര്യം. വെസ്റ്റ് ഹില്ലിലാണ് കോഴിക്കോട്ടുള്ള കോറോ ഹെൽത്തിന്റെ ഓഫീസ് ഉള്ളത്. ഇവിടെയും കൊച്ചിയിലേതുപോലെ രാവിലെ തന്നെ ജീവനക്കാരൊക്കെ എത്തുകയും ചെയ്തിരുന്നു. അവർ ഈ കൂട്ടപ്പിരിച്ചുവിടൽ, അത് സ്മൃതി ചോദിച്ചതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിലാണ് അവർ ആ വിവരം അറിയുന്നതും അതിൻ്റെ ഒരു ഞെട്ടൽ അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഈ സർക്കാരുമായി നടത്തുന്ന ചർച്ച, അതിലൊക്കെയാണ് ഇവർക്കൊരു പ്രതീക്ഷയുള്ളത്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ കൂടി നമുക്കൊപ്പമുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർ കമ്പനിയിലുള്ളവർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ? ആക്ച്വലി ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരു 11 മണി സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ ടെർമിനേഷൻ ലെറ്ററും കാര്യങ്ങളും വരുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് അവർ സ്പോട്ടിൽ പോയി എന്നല്ലാണ്ട് നമുക്ക് അവർ തന്ന കോമ്പൻസേഷൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, ഈ ഒരു കാര്യങ്ങൾ ആരും ഡിസ്കസ് ചെയ്യാൻ റെഡി ആയിട്ടില്ല. അതുകൊണ്ടാണ് കൊച്ചിയിൽ ഇഷ്യൂ ആയി അത് ഫ്രീസ് ചെയ്തതാണിത്. നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കരുത്, അത് ഗവൺമെൻറ് അവിടെ ഫ്രീസ് ചെയ്ത കാര്യമാണ്. ബട്ട് സ്റ്റിൽ
അവർ വെള്ളിയാഴ്ച രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം എല്ലാ എംപ്ലോയീസിനും അവർ സെറ്റിൽമെന്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഈവൻ അത് ഗവൺമെന്റ് ഫ്രീസ് ചെയ്തൊരു കാര്യമാണ്. എന്നിട്ടും അവർ ആ ലോയിന് എഗെയിനസ്റ്റ് ആയിട്ട് അവർ എല്ലാവർക്കും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച, അതായത് ഇന്നാണ് നമുക്ക് അവിടെ ലേബർ കമ്മീഷനുമായിട്ട് ഡിസ്കഷൻ ഉള്ളത്. അതായത് ഞങ്ങളുടെ അടുത്ത് ആരും ഓഫീസിലേക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഈവൻ അവരുടെ കോമ്പൻസേഷനും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ആസ് യൂഷ്വൽ വന്നപ്പോഴും ഇവിടെ സെക്യൂരിറ്റി നമ്മളെ പാർക്കിംഗ് സ്പേസിലേക്ക് അലോ ചെയ്യുന്നില്ല. ഈവൻ ഓഫീസ് ലോക്ക്ഡ് ആണ്. ഈവൻ ഓഫീസിന്റെ ഹയർ അതോറിറ്റീസ് ആരും ഓഫീസിലില്ല. സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഓഫീസ് ഓപ്പൺ ചെയ്ത് തരുന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ കൺസേൺസ്. നിങ്ങൾ ഏതാണ്ട് 100 പേര് ഇവിടേക്ക് വന്നു. നമ്മൾ സെയിം എന്നും വരുന്ന പോലെ രാവിലെ ഓഫീസിലേക്ക് വന്നതാ. നമുക്കൊന്നും ഓപ്പൺ ആക്കി തന്നിട്ടില്ല. നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പാർക്കിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ആക്കിയതെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അറിയില്ല. അവർ പറയുന്നത് റവന്യൂ ഇല്ലാഞ്ഞിട്ടാണ്, കമ്പനി ലോസിലായിട്ടാണ് എന്നാണ്. പക്ഷെ സെയിം കമ്പനിയാണ് വേറെ ലൊക്കേഷനിൽ ഹയറിംഗ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു പ്രോപ്പർ റീസൺ അവർ തന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇനി പെർഫോമൻസിന്റെ ബേസിസിലാണെങ്കിൽ ഓക്കെ, നമുക്കത് വിശ്വസിക്കാം, പെർഫോമൻസ് ഇല്ലാഞ്ഞിട്ടാണെന്ന്. പക്ഷെ അല്ല, നമ്മൾ കോഴിക്കോടും കൊച്ചി എന്ന് പറയുന്ന ബെസ്റ്റ് പെർഫോമേഴ്സ് ഉള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാന്നുള്ള റീസൺ ഞങ്ങൾക്ക് അറിയണം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങളോട് പറഞ്ഞു? ഇല്ല, ഇതുവരെ ഒന്നും തന്നെ ഞങ്ങൾക്കൊരു സൂചന ഇല്ലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വന്നു, ഡെയിലി പ്രൊഡക്ഷൻ ചെയ്യുന്ന പോലെ ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് പറയുന്നത് ഒരു ടൗൺ ഹാൾ മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗിൽ ഇരിക്കുന്നു. അപ്പോൾ പറയുന്നു കോഴിക്കോട് ആൻഡ് കൊച്ചി ലൊക്കേഷൻ വി ആർ ക്ലോസിംഗ് ടുഡേ എന്നാണ് അവർ പറഞ്ഞത്. വേറെ ഒരു ന്യൂസ് ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരിടത്ത് സ്ഥാപനം തുടങ്ങുകയും അവിടേക്ക് ജീവനക്കാരെ ഇപ്പോൾ എടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ കാര്യങ്ങൾ കൂടിയാണ് ഈ ജീവനക്കാർ പറയുന്നത്. കൊച്ചിയിൽ നേരത്തെ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരും അവിടേക്ക് എത്തിയെന്നുള്ള റാംഷ. അപ്പോൾ നേരത്തെയും ഈ കമ്പനി കോറോ ഹെൽത്ത് ഈ തരത്തിലൊരു മുന്നറിയിപ്പുമില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അല്ലേ? അവരെന്താണ് പറയുന്നത് റാംഷ? സ്മൃതി, അതാണ് ഇപ്പോൾ 800 ജീവനക്കാരെയാണ് കൊച്ചിയിലും അതോടൊപ്പം കോഴിക്കോടുമായി കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപേ, അതായത് ജനുവരി മാസം തന്നെ 25 ജീവനക്കാരെ ഇതുപോലെ സമാനമായ രീതിയിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ രാവിലെ ഓഫീസിലെത്തുമ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് ഇവരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 25 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ അവർ ലേബർ ഓഫീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫോൺ കോൾ പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവർ പറയുന്നത്. അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഇത് സമാനമായ ഒരു അനുഭവമാണോ ഉണ്ടായത്? അതെ, അതിന് ഞങ്ങൾ ഒരു 5 മാസം മുന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇവർ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഒരു കാരണവും കാണിക്കാതെയാണ് അവർ പറഞ്ഞത്. ആ ഒരു കാരണം പറഞ്ഞത്, അതായത് ബിസിനസ് ലോസ്, അങ്ങനെയാണ് അവർ കാരണം പറഞ്ഞത്. പക്ഷെ അത് ഒരു 10 ദിവസം മുന്നേ, ഒരു 2 ദിവസം മുന്നേ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ സ്ഥിരമായി ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണോ ഇങ്ങനെ പിരിച്ചുവിടൽ? അതെ, ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. 3 വർഷത്തിനിടയിൽ ഇതുപോലെ കുറെ പേരെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? പല സാഹചര്യങ്ങളിലും പിരിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് ക്വാളിറ്റി ഒക്കെ പറഞ്ഞാണോ പിരിച്ചുവിടുന്നത്, അല്ല ഈ സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ടാണോ? ചിലര് ഈ വർക്ക് പരമായിട്ടും പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ടും അവരവരുടേതായിട്ട് കാരണങ്ങൾ എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്ത് വരും. അതാണ് കാരണം. പരാതി കൊടുത്തിട്ടോ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നിലവിലെ ജനുവരി മാസത്തിലാണ് ഈ തൊഴിലാളികൾ ഇവിടെ നിന്ന് 30 പേരെയും നമ്മുടെ കാലിക്കറ്റിൽ നിന്ന് 25 പേരെയും ഈ സെയിം റീസണിൽ ജനുവരി മാസം പിരിച്ചുവിട്ടത്. അന്ന് ഈ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഈ വിഷയം ശരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, പബ്ലിക്കിന്റെ ഇടയിലേക്ക് വന്നിരുന്നില്ല. അതിനുശേഷം ഈ തൊഴിലാളികൾ ഞങ്ങളുടെ AITUC നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവരെ സംഘടിപ്പിച്ച് 19/3/2026 നമ്മൾ ജില്ലാ ലേബർ ഓഫീസർക്ക് പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ അന്ന് ഇലക്ഷന്റെ തിരക്ക് പറഞ്ഞതുകൊണ്ട് ജില്ലാ ലേബർ ഓഫീസർ ഈ ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കുകയും പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികളെയും മാനേജ്മെന്റിനെയും വിളിച്ചൊരു ചർച്ച നടത്താമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വേറെ പ്രക്ഷോഭ പരിപാടികളൊന്നും നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ജീവനക്കാർ പല തരത്തിലുള്ള പരാതികൾ, ഗുരുതരമായ ആരോപണങ്ങൾ എന്തായാലും ഈ കമ്പനിക്കെതിരെ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ കമ്പനിയാണ്. ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊരിടത്ത് സ്ഥാപനം തുടങ്ങാനുള്ള ആലോചന, അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഓഫീസുകൾ അടച്ചുപൂട്ടിയാണ്. 800ഓളം ജീവനക്കാരാണ് പെട്ടെന്നൊരു ദിവസം തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ ചർച്ചകളിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്ന് നോക്കാം.